ആർക്കും ഇപ്പം ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്ന ആൾക്ക് ഇപ്പം അയാൾക്ക് ഒരു 50 വയസ്സിലാണ് കണ്ടെത്തിയത്. അയാൾക്ക് 40 വയസ്സിൽ നോക്കുമ്പോൾ അതുണ്ടായിരുന്നിരിക്കുകയില്ല. പക്ഷേ ഈവൻ 1 ഇയർ ബാക്ക് നോക്കുമ്പോൾ PSA നോക്കിയപ്പോൾ നോർമൽ ആയിരുന്നിരിക്കാം. അത് കഴിഞ്ഞ് ഈ 25-ലെ PSA നോർമലായിരുന്നു. 26-ലെ PSA കൂടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അന്നില്ലായിരുന്നു, ഇന്നുണ്ടായി. പക്ഷേ ഇന്നിപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ടത് മാറി. PSA നോർമലായി. ഇപ്പം നമ്മൾ പ്രോസ്റ്റേറ്റ് എടുത്തു കളഞ്ഞു. ഇമ്മീഡിയറ്റ്ലി തന്നെ അത് നെഗറ്റീവ് ആകണമെന്ന്. അതായത് നമ്മൾ പ്രോസ്റ്റേറ്റ് സർജറി ചെയ്യുമ്പം പല രീതിയിൽ പ്രോസ്റ്റേറ്റ് സർജറി ചെയ്യും. നമ്മൾ ലാപ്രോസ്കോപ്പിക്കലി ചെയ്യും, റോബോട്ടിക് അസിസ്റ്റഡ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പുറമേ നിന്നുള്ള പെരിനിയൽ ഇൻസിഷൻ വഴി ചെയ്യാം, എക്സ്റ്റേണലി ആയിട്ട് ചെയ്യാം. ഇതിൽ ഏത് ചെയ്തു കഴിഞ്ഞാലും പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ സെയിം. അത് ടെക്നിക്കൽ വ്യത്യാസങ്ങളും പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിനിന് മാത്രമേ വ്യത്യാസം വരുള്ളൂ. റോബോട്ടിക് അസിസ്റ്റഡ് ആണെങ്കിലും മറ്റേ ലാപ്രോസ്കോപ്പിക് ആണെങ്കിലും അല്ലാത്ത കൺവെൻഷൻ രീതിയിലാണെങ്കിലും ഒക്കെ പ്രോസ്റ്റേറ്റിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ അതിനപ്പുറത്തേക്ക് സ്പ്രെഡ് ഒന്നും വന്നിട്ടില്ല. ആ സർജറി സക്സസ്ഫുൾ ആണെങ്കിൽ പിന്നെ PSA നെഗറ്റീവ് ആകും. പക്ഷേ എന്നാലും നമ്മൾ PSA നോക്കിക്കൊണ്ടിരിക്കണമെന്നാണ്. കാരണം വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പം പലരിലെയും ഈ എടുത്ത് കളഞ്ഞു കഴിയുമ്പോൾ തന്നെ PSA ചിലരിൽ നമ്മൾ കാണാറുണ്ട് ഫുള്ളി നെഗറ്റീവ് ആകുകയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിന് ഒരു സർജറി ചെയ്യുന്നതിന് മുമ്പ് ഒരു പെറ്റ് സ്കാൻ എടുക്കേണ്ടതാണ്. അപ്പോൾ പെറ്റ് സ്കാൻ ഉണ്ടെങ്കിൽ നമ്മൾ ബോണില്ല, മിക്കവാറും ഏറ്റവും കൂടുതൽ പ്രോസ്റ്റേറ്റിൻ്റെ സെക്കൻഡറീസ് വരുന്നത് ബോണിലാണ്. അപ്പോൾ പലർക്കും ബോണിൽ സെക്കൻഡറീസ് ഉണ്ടാവും. അപ്പം ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഒത്തിരി കുറച്ചുകൂടെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് സ്റ്റേജ് അല്ല സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ അഡ്മിഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാറില്ല. സർജറി കൊണ്ട് ഫുള്ളി ബെനിഫിറ്റ് ഇല്ല എന്നുള്ളതുകൊണ്ട് ചെയ്യാറില്ല. പക്ഷേ ഇപ്പം നമ്മൾ കുറച്ചും കൂടെ അഗ്രസീവായിട്ട് സർജറീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഏത് രീതിയിൽ സർജറി ഇത് ചെയ്താലും PSA കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയാൽ നമുക്കെടുക്കാം, അത് പോയെന്ന്. പക്ഷെ നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്യുന്നില്ല. അപ്പം 1 ഇയർ ബാക്ക് ഇല്ലാത്ത ഒരാൾക്ക് ഈ വർഷം 25-ൽ ഇല്ലാത്ത ആൾക്ക് PSA നെഗറ്റീവ് ആയിരുന്ന ആൾക്ക് 26-ൽ പോസിറ്റീവ് ആകുകയും ബയോപ്സിയിൽ പോസിറ്റീവ് ആകുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു മ്യൂട്ടേഷൻ നടന്നു. അക്യുമുലേഷൻ നമ്മുടെ ഈ മ്യൂട്ടേഷൻസിൻ്റെ നില വിട്ടു. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്രയും അബ്നോർമൽ ക്യാൻസറസ് സെൽ അവിടെ വളരാൻ തുടങ്ങിയെന്നാണ്. അപ്പം നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് അതിൻ്റെ പില്ലറായിട്ട്, അതായത് അതിൻ്റെ ഒരു നെടും തൂണായിട്ട് ട്രീറ്റ്മെൻറ്റിൽ നിൽക്കേണ്ടത് ശരിക്കും ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. അത് ചെയ്യുന്നില്ലാത്തത് കൊണ്ടാണ് വീണ്ടും വരുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.